ഈ വരുന്ന ഞായറാഴ്ച ഇന്ത്യൻ സമയം 7:30 അർജന്റീന തങ്ങളുടെ അവസാന റൗണ്ട് പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. എതിരാളികൾ ജോർദാനാണ്. ജോർദാൻ നിലവിൽ കളിച്ച 2 മത്സരങ്ങളിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഓസ്ട്രിയക്കെതിരെ 3-1 അൾജീരിയക്കെതിരെ 2-1 അവർ പരാജയപ്പെട്ടത്. നിലവിൽ അർജന്റീന കളിച്ചതിൽ ഏറ്റവും താഴ്ന്ന ടീമുകളിൽ ഒന്നുകൂടിയായിരിക്കും ജോർദാൻ. നിലവിൽ ഓസ്ട്രിയയുടെ ഫിഫ റാങ്കിങ് 24 അൾജീരിയയുടേത് 28 ജോർദാൻ്റെതാകട്ടെ 68. മറ്റുള്ളവരെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ടീമാണ് ജോർദാൻ. അർജന്റീനക്ക് വലിയ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ജോർദാനെതിരായുള്ള പോരാട്ടത്തിൽ ടീമിൽ വലിയ മാറ്റങ്ങൾ ഇറക്കിയാകും സ്കലോണി ടീമിനെ ഇറക്കുക എന്ന് വ്യക്തമായി കഴിഞ്ഞു. പല സൂപ്പർ താരങ്ങൾക്കും അദ്ദേഹം വിശ്രമം നൽകിയേക്കും. മധ്യനിരയിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകും. പ്ലേയിങ് 11-ൽ സ്ഥാനം പിടിക്കാത്ത സൂപ്പർ താരങ്ങളെയായിരിക്കും സ്കലോണി ജോർദാനെതിരായുള്ള മത്സരത്തിൽ ഇറക്കുക. അതേസമയം എമിലിയാനോ മാർട്ടിനസും ലിയണൽ മെസ്സിയും അവിടെ തന്നെ ഉണ്ടാകും. ഇതാണ് അർജന്റീന ആരാധകർക്ക് ഏറെ സന്തോഷകരമായ കാര്യം. മെസ്സിയുടെ ഗോളടിമേളം ഈ മത്സരത്തിലും കാണാനാകുമെന്ന വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. വമ്പന്മാരായ അൾജീരിയക്കെതിരെ 3 ഗോളുകൾ, ഹൈ ഇൻറ്റൻസിറ്റിയും ഹൈ പ്രസ്സിങ്ങുമായി വന്ന ഓസ്ട്രിയക്കെതിരെ 2 ഗോളുകൾ. ഈ 2 ടീമിനേക്കാളും താരതമ്യേന ഏറെ ദുർബലരായ ജോർദാനെതിരെ മെസ്സി ഗോൾ വല നിറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ അർജന്റീന ആരാധകരുമുള്ളത്. നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിലും 39-കാരനായ ലിയോ മെസ്സിയാണ് 1-ാം സ്ഥാനത്ത്. 3 റൗണ്ട് മത്സരങ്ങൾ പല ടീമുകളും കളിച്ചു കഴിയുമ്പോഴും 2 മത്സരങ്ങൾ കളിച്ച മെസ്സി 5 ഗോളുമായി ലിസ്റ്റിൽ 1-ാം സ്ഥാനത്താണ്. യുവ സൂപ്പർ താരങ്ങളായ എംബാപ്പയും എർലിംഗ് ഹാലൻഡും വിനീഷ്യസ് ജൂനിയറുമെല്ലാം മെസ്സിക്കു പിറകെയാണെന്ന് ഓർക്കണം. മുന്നേറ്റ നിരയിലും സ്കലോണി മാറ്റങ്ങൾ നൽകുന്നുണ്ട്. ഹൂലിൻ അൽവരസിനെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കാനാണ് സ്കലോണിയുടെ പദ്ധതി. ഇതുവരെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ലൗതറോ മാർട്ടിനസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ജോർദാന്റെ ഗോൾ വല നിറക്കാൻ തന്നെയായിരിക്കും മെസ്സിയുടെയും അർജന്റീനയുടെയും ഉദ്ദേശം. ഏതായാലും കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.